ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മളോട് ഉള്ളത് എയ്തർ 450X ആണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അറിയാമെന്നുള്ള പോലെ നമ്മൾ ഡെയിലി ഡ്രൈവനായിട്ട് ഓടിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓല S1 Pro ആണ് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരം. അപ്പോൾ ഇന്ന് നമ്മളൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് എയ്തർ 450X യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഓടിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെയാണ് S1 Proയിൽ നിന്ന് ഡിഫറൻസ് എന്ന് നമുക്ക് നോക്കാം. ഇതിലെ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓല S1 Proയിൽ വന്നിട്ട് 4 മോഡ്സാണ്. അതായത് എക്കോ, നോർമൽ, സ്പോർട്സ്, ഹൈപ്പർ, അങ്ങനെയാണ്. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എക്കോ, റൈഡ്, സ്പോർട്സ്, വാർപ്പ്, അങ്ങനെയാണ് 4 മോഡൽസ് വരുന്നത്. പിന്നെ ഇതിൽ മേജർ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്കോയും നമ്മുടെ ഓലയിലെ എക്കോയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കാരണം ഇത് എക്കോ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു 50 വരെയൊക്കെ സ്പീഡ് കയറാൻ പറ്റും. പക്ഷേ ഓലയിൽ എക്കോ എന്ന് പറയുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് അട്ടർ ഫ്ലോപ്പാണ്. എന്ന് പറയുമ്പം 40 വരെ കയറുള്ളൂ, അതിന് മേളിൽ കയറത്തില്ല. മാക്സിമം ഒരു 42 വരെ കയറും, അതിൽ കൂടുതൽ സ്പീഡ് കയറത്തില്ല. അപ്പം നമ്മൾ അത്രയും റിലാക്സ് ചെയ്ത് പോകണമെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കലി വരും ഇത്രയും സ്ലോയിൽ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ ഓലയിൽ നോർമൽ എന്ന് പറയുമ്പോൾ നമ്മളെ നോർമൽ സ്കൂട്ടർ എങ്ങനെയാണോ അതേ പവറും കാര്യങ്ങളും പെർഫോമൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമുക്ക് ലോ സ്പീഡിലും പോവാം, ഒരു 80 അല്ലെങ്കിൽ ഒരു 70 വരെയൊക്കെ സ്പീഡിൽ പോവുകയും ചെയ്യാം. ഇതിൽ വരുമ്പോൾ എക്കോ അത്യാവശ്യം റിലയബിളാണ്. പിന്നെ റൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരുവിധം ഞാൻ ഓലയുടെ കേസിൽ പറഞ്ഞ പോലെ നമുക്ക് ഒരു നോർമൽ സ്കൂട്ടറിൽ കിട്ടുന്ന ആ ഒരു പവറും കാര്യങ്ങളൊക്കെ കിട്ടും ഇതിലെ റൈഡ്. പിന്നെ സ്പോർട്സ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പവർഫുള്ളായിട്ടുള്ളത്. വാർപ്പ് എന്ന് പറയുമ്പോൾ ഇതിൽ മാക്സിമം പവർ. പിന്നെ മാക്സിമം മോട്ടർ ഇത് കപ്പാസിറ്റി നോക്കുമ്പോഴത്തേക്ക് ഇത് 7 or 8 എന്തോ കിലോ വാട്ടാണ്. നമ്മൾ ഓല S1 Pro Gen 2 വരുന്നത് 11 മാക്സ് പീക്ക് പവറാണ്. അപ്പോൾ അതിൻ്റേതായ പവർ ഡെലിവറി ഡിഫറൻസ് നല്ല രീതിയിലുണ്ട്. നമുക്ക് മെയിനായിട്ട് ഓലയിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് സീറ്റിംഗ് പോസ്ചർ നല്ല വ്യത്യാസമുണ്ട്. അതായത് ഓലയിൽ നമ്മൾ കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടാണ് ഹാൻഡിൽ പിടിക്കുന്നത്, കുറച്ചുകൂടി പൊക്കത്തിലാണ് പിടിക്കുന്നത്. സീറ്റ് ഹൈറ്റ് ഇത്രയും ഉയർച്ചയില്ല. നമ്മൾ കുറച്ചുകൂടി താന്നിരുന്നിട്ട് നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ഹിമാലയനൊക്കെ ഓട്ടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സീറ്റിംഗ് പോസ്ചർ ഉണ്ടല്ലോ, അതാണ് നമുക്ക് ഓല ഓട്ടിക്കുമ്പോൾ കിട്ടുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു ഡ്യൂക്ക് ഒക്കെ ഓട്ടിക്കുമ്പോൾ ഉള്ള ഒരു രീതിയിൽ നമ്മൾ കുറച്ചുകൂടി താഴ്ത്തി ഇങ്ങനെ പിടിച്ച് ഇരിക്കുന്നൊരു സീറ്റിംഗ് പോസ്ചറാണ്. സീറ്റിംഗ് പോസ്ചർ എനിക്ക് കംഫർട്ട് ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമൽ യൂസിനൊന്നും കുഴപ്പമില്ല, വലിയ ഡിഫറൻസ് ഇല്ല. പക്ഷേ ഒരു ലോങ് റൺ അല്ലെങ്കിൽ ഡെയിലി ഡ്രൈവിന് എനിക്ക് ഓലയുടെയാണ് കുറച്ചുകൂടി എന്താ പറയുക കംഫർട്ട് തോന്നിയത്. സീറ്റാണെങ്കിലും ഇത് കുറച്ചുകൂടി സ്പോർട്ടി ആയിട്ടുള്ള സാധനമാണ്. മറ്റേത് പക്ക ടൂറിങ് ആയാലും അല്ലെങ്കിൽ ആ ഒരു ഡെയിലി യൂസേജിന് കണക്കാക്കി നല്ല വിസ്തീർണമായിട്ടുള്ള സീറ്റും ഈ പറഞ്ഞ അപ്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിൽ ബാറും ഒക്കെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതാണ് എനിക്ക് സീറ്റിംഗ് പോസ്ചറിൽ എനിക്ക് മെയിനായിട്ട് ഫീൽ ചെയ്ത ഡിഫറൻസ്. പിന്നെ എനിക്ക് മെയിനായിട്ട് തോന്നിയത് നമ്മളെ ഹാൻഡിലിൻ്റെ ഡയമീറ്റർ വന്നിട്ട്, അതായത് മറ്റേ കുറച്ചുകൂടി വണ്ണമുണ്ട്, അപ്പോഴത്തേക്കും നമുക്ക് പിടിക്കുമ്പോൾ ഒരു കുറച്ചുകൂടി ഒരു രസമായിരുന്നു. ഇത് കുറച്ചുകൂടി ചെറിയ ഒരു ഹാൻഡിൽ പിടിക്കുന്ന പോലൊരു ഫീല്. അത് നമുക്കൊരു ഹാൻഡ് ഗ്രിപ്പ് പോലെ ഇട്ട് വലുതാക്കിയാൽ നന്നായിരിക്കും. അത് നമുക്കൊരു കൺട്രോളിങ്ങിൽ കുറച്ചുകൂടി വലുതായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊരു തോന്നൽ. ഇത് എനിക്ക് തോന്നുന്നു നോർമൽ ബൈക്കിൽ നിന്നും ചെറുതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഹാൻഡിൽസ്. അപ്പോൾ അത് ഒരു ഡിസ്കംഫർട്ടായിട്ട് എനിക്ക് തോന്നി. ചെറിയ കൈകളൊക്കെ ഉള്ളവർക്ക്, ഇപ്പം ലേഡീസിനൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. നമുക്കൊക്കെ പിടിക്കും ഫുള്ള് ഒരു ഹോൾഡിങ് ഒരു ഇതില്ലാത്ത പോലെ തോന്നും. പിന്നെ ആക്സിലേറ്റർ ഇത് കുറച്ച് ടൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. നമുക്ക് ഓലയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ആക്സിലേറ്റർ തിരിച്ച് പിടിക്കുമ്പോഴാണ് റീജൻ എന്ന് പറയുന്ന, അതായത് ഓൾറെഡി നമ്മൾ ആക്സിലേറ്റർ വിടുമ്പോൾ റീജൻ ആക്റ്റീവ് ആവും. പക്ഷേ ഓലയിൽ നമ്മളത് തിരിച്ച് ആക്സിലേറ്റർ റിട്ടേൺ അങ്ങോട്ട് പിടിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് റീജൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അപ്പം വണ്ടി ഞാൻ പല വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. അപ്പം വണ്ടി ഓട്ടോമാറ്റിക്കലി സ്ലോ ഡൗൺ ആവും. അപ്പോൾ നമുക്ക് ഒരുവിധം സിറ്റുവേഷനൊന്നും നമുക്ക് ബ്രേക്ക് പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം അത് നമുക്ക് ഡെയിലി ഡ്രൈവിൽ അത് ഭയങ്കര യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എനിക്ക് ഓല ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോഴേ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു സംഭവം അതാണ്. പിന്നെ നമുക്ക് ഓല വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ഹാൻഡിയാണെന്ന് തോന്നുന്നു. അതായത്
നമ്മൾ കുറച്ചുകൂടിയൊക്കെ ഇങ്ങനെ ഒടിച്ചു മടക്കിയൊക്കെ കൊണ്ടുപോകാനും സിറ്റിയിലൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടി കംഫർട്ട് എനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഒരു സീറ്റിംഗ് പോസ്ചറും ഹാൻഡ്ലിംഗ് ഒക്കെ വെച്ചിട്ട് ഇനി ഇത് കുറച്ചുകൂടി നമുക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി കൂടുതൽ നമുക്ക് ഏതറിലാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് നമുക്ക് ഇപ്പം ട്രാഫിക്കിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ നുഴഞ്ഞ് പോകാനാണെങ്കിലും അല്ലെങ്കിൽ കുറച്ച് അഗ്രസീവായിട്ടൊക്കെ നമുക്കിങ്ങനെ ഒരു സ്പോട്ടിനെസ്സിൽ ഓട്ടിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇതാണ് കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. മറ്റേ കുറച്ചുകൂടി റിലാക്സിങ് അല്ലെങ്കിൽ ടൂറിങ് ആ ഒരു മൈൻഡ് സെറ്റ് ഉള്ളവരെ പോലെയാണ്. പിന്നെ എടുത്തു പറയേണ്ട എനിക്ക് വേറൊരു ഡിഫറൻസ് തോന്നിയെന്ന് പറഞ്ഞാൽ ബൂട്ട് കപ്പാസിറ്റിയാണ്. ഞാൻ ഡെയിലി ഓഫീസിൽ പോകുമ്പോൾ എൻ്റെ ലാപ്ടോപ്പ് ബാഗും കാര്യങ്ങളെല്ലാം, ലാപ്ടോപ്പ് ബാഗ്, എക്സ്ട്രാ ഹെൽമെറ്റ് വേണമെങ്കിൽ അത്, റെയിൻ കോട്ട്, സൺഗ്ലാസസ്, ഇതെല്ലാം ഞാൻ ഓലയുടെ ഡിക്കിയിൽ ബൂട്ടിൽ വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഇതിൽ വന്നപ്പോഴത്തേക്ക് നമുക്ക് അതിലൊരു പരിമിതിയുണ്ട്. നമുക്കങ്ങനെ എല്ലാം ബൂട്ടിൽ വയ്ക്കാൻ പറ്റത്തില്ല. സ്റ്റോറേജിന് കുറച്ച് ഷോർട്ടാണ്. നമുക്ക് ഒരു നോർമൽ സ്കൂട്ടറിലേക്ക് കിട്ടുന്ന അത്രത്തോളം സ്റ്റോറേജ് ഇതിലും കിട്ടുന്നുള്ളൂ. ഒന്ന് ഏതറിന് പറയുകയാണെങ്കിൽ സർവീസ് പക്കയാണ്. ഇതിപ്പം ഒരു സർവീസ് കഴിഞ്ഞു, വണ്ടി ബുക്ക് ചെയ്യുക, ടൈം സ്ലോട്ട് സഹിതം ബുക്ക് ചെയ്യുക, കൊണ്ടുപോവുക, റെഡിയാക്കുന്നു, കൊണ്ടുവരുന്നു, അത്രേ ഉള്ളൂ പരിപാടി. വേറെ മൊണ്ടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി എല്ലായിടത്തും എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആർക്കെങ്കിലും നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫ്രണ്ടിന് പോസിറ്റീവാണ്. അതായത് അവൻ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്ത് കറക്റ്റ് കൊണ്ടു കൊടുത്തു, കറക്റ്റ് അവർ വൈകുന്നേരം തിരിച്ചു കൊടുത്തു, അങ്ങനെ. അതേസമയം ഓലയുടെ കേസിൽ വൻ പരാജയം എന്ന് പറഞ്ഞാൽ വൻ പരാജയമാണ്. നമ്മൾ നോക്കേണ്ടത് റേറ്റിൻ്റെ കേസും കൂടിയാണ്. റേറ്റിൻ്റെ കേസ് ഓല എന്ന് പറയുന്നത് ഇത് 1.80 സംതിങ് ആണ് ഏതറിന് വില വരുന്നത്. 1.83 എന്തോ ആണ് വില വരുന്നത്. പക്ഷേ ഓല നമുക്കിപ്പോൾ 1.5ക്ക് 1.50 കിട്ടും. ഓൾമോസ്റ്റ് 30,000 രൂപ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് വണ്ടി തമ്മിൽ. പക്ഷേ ഇതിനേക്കാളും റേഞ്ച് അതും കിട്ടുകയും ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കണ്ണും അടച്ചുകൊണ്ട് ഓല തന്നെ മേടിക്കാം. പക്ഷേ ഈ സർവീസ്, ബിൽഡ് ക്വാളിറ്റി, അതാണ് രണ്ട് ഇഷ്യൂസ് ആയിട്ട് വരുന്നത്. ബിൽഡ് ക്വാളിറ്റി ഞാൻ കുറ്റം പറയത്തില്ല, കാരണം ബിൽഡ് ക്വാളിറ്റി പിന്നെയും കുഴപ്പമില്ല. കാരണം നിങ്ങൾ നമ്മളെ ലാസ്റ്റ് വീഡിയോയിൽ കണ്ട പോലെ ചെറിയൊരു ഇടിയൊക്കെ ഇടിച്ചിട്ടും വലിയ രീതിയിൽ ബിൽഡ് ക്വാളിറ്റിയിൽ എനിക്ക് വലിയൊരു ഇഷ്യൂ പറയാൻ എനിക്ക് തോന്നിയില്ല. ഇതിൻ്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയൊക്കെ ഉണ്ട്, കുഴപ്പമില്ല, വലിയ പ്രശ്നം ആയിട്ടില്ല. പക്ഷേ സർവീസ് അത് പറയാതിരിക്കാൻ വയ്യ, വളരെ മോശമാണ്. ബാക്കി പിന്നെ ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും ഇതിൽ നിന്ന് ഒരുപാട് ഫീച്ചേഴ്സ് അതിലുണ്ട്. പിന്നെ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം വർക്ക് ആവില്ല, അതാണ് വേറൊരു കേസ്. ഇപ്പോൾ ഇതിൽ ഹിൽ ഹോൾഡ് ഉണ്ടെങ്കിൽ ഇത് ഹിൽ ഹോൾഡ് കറക്റ്റ് വർക്കാവും. അതിൽ ഹിൽ ഹോൾഡ് തോന്നുമ്പോഴേ വർക്കാവുള്ളൂ. ചിലപ്പം വർക്കാവും, ചിലപ്പം വർക്കാവില്ല. എൻ്റെ ഇതിപ്പോൾ വർക്കേ ആവണില്ല. പിന്നെ മറ്റേ ഓട്ടോ ടേൺ ഓഫ് ഇൻഡിക്കേറ്റേഴ്സ് അത് എൻ്റെ കയ്യിൽ അപ്ഡേറ്റ് ചെയ്തു പോയതാണ്. ഇടയ്ക്ക് വർക്കാവും, ഇടയ്ക്ക് വർക്കാവത്തില്ല. പക്ഷേ ഇതിൽ വർക്കാവും. അപ്പോൾ ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് ഉള്ളുവെങ്കിലും അത് പക്കയായിട്ട് വർക്കാവും. ഓലയിൽ ആയിരിക്കും ഒരു ഫീച്ചേഴ്സ് ഉണ്ടെങ്കിലും അതിന് തോന്നുമ്പോഴേ വർക്കാവുള്ളൂ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതറിന് ഗ്രിഡ്സ് ആവശ്യം പോലെ അവൈലബിൾ ആണ്. അതായത് ഏതറിൻ്റെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് അവിടെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, നമുക്ക് പോയി ചാർജ് ചെയ്യാം. ചാർജർ കൊണ്ടുപോകണമെന്നൊന്നുമില്ല. അപ്പോൾ അത് ഏതറിനൊരു അഡ്വാൻറ്റേജാണ്. നമുക്ക് പബ്ലിക് ചാർജിങ് സ്റ്റേഷനെ സമീപിക്കാതെ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് അവരുടെ തന്നെ ചാർജിങ് സ്റ്റേഷൻ പോയി ചാർജ് ചെയ്യാം. പക്ഷേ എല്ലാം അവൈലബിൾ ആവണമെന്നില്ല. ഗ്രിഡ്സ് ഒരുപാട് അടുത്ത് കാണുന്നുണ്ട്, ഇനി വർക്കാവുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഡൗട്ടുണ്ട്. പക്ഷേ ഓലയുടെ കേസിൽ അത്രത്തോളം ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല. നമ്മൾ ട്രിവാൻഡ്രത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആകെ ഒന്നേ ഉള്ളൂ. നമുക്ക് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ മാത്രമേ ഒരു ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷനുള്ളൂ, വേറെ അങ്ങനെ ചാർജിങ് സ്റ്റേഷനൊന്നുമില്ല. അപ്പോൾ ഈ ഗ്രിഡ് ഉള്ളത് ഈ സ്വിഗ്ഗി പോലുള്ളതൊക്കെ ഓടുന്നവർക്കും അല്ലെങ്കിൽ ഒരു ട്രാവൽ ചെയ്യുന്നവർക്കെല്ലാം ഭയങ്കര അഡ്വാൻറ്റേജാണ്. പിന്നെ ഞാൻ വിട്ടുപോയൊരു കേസെന്ന് പറഞ്ഞാൽ നമ്മുടെ ഓലയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രത്യേകിച്ച് കൂളിംഗ് സിസ്റ്റമോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററിക്കാണെങ്കിലും മോട്ടറിനാണെങ്കിലും നമുക്ക് ഏതറിൽ വന്നിട്ട് ആ ഒരു കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, എക്സ്ട്രാ ഫാന് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പം ഓലയിൽ അങ്ങനെ ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ടാവാം ചിലപ്പം നട്ടുച്ച സമയത്തൊക്കെ നമ്മൾ ഹൈപ്പർ മോഡ് ഇട്ട് ഓട്ടിക്കുമ്പം വണ്ടി കത്തുന്ന ഇഷ്യൂസൊക്കെ കണ്ടിട്ടുള്ളത്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ ഡെയിലി ഡ്രൈവണിൽ അങ്ങനെ വലിയ ഹീറ്റിംഗ് ഇഷ്യൂസായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നട്ടുച്ച സമയമാകുമ്പോഴത്തേക്ക് എന്തായാലും അന്തരീക്ഷ ടെമ്പറേച്ചർ കൂടുതലാണ്. ആ ഒരു സമയത്ത് ഹൈപ്പർ ഇടുമ്പോഴത്തേക്കാണ് ഏറ്റവും കൂടുതൽ മോട്ടർ പവർഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഹീറ്റ് ജനറേറ്റ് ആകും. അതായിരിക്കാം മേ ബി ഈ പറഞ്ഞ ഫയർ ഉണ്ടാകുന്നതിന് അല്ലെങ്കിൽ തീ പിടിക്കുന്നതിനൊക്കെ കാരണം. അല്ലെങ്കിൽ ഇപ്പോൾ ചിലൊരു മോഡിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് ഈ ഒയറൊക്കെ കട്ട് ചെയ്ത് ജോയിൻ ചെയ്തിട്ടൊക്കെ ഓരോ അൾട്രേഷൻ പരിപാടി കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന
തേർഡ് പാർട്ടി ആയിട്ട് ചെയ്യുന്ന അതും ഈ പറഞ്ഞ തീ പിടിക്കാനും അല്ലെങ്കിൽ ഇഷ്യൂസ് വരാനും ചാൻസസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക് പരമായിട്ട് വയറിങ്ങിലും ഇതിലൊന്നും നമ്മൾ കയറി പണിയാതിരിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. വേറൊരു അഡ്വാൻറ്റേജ് നമ്മൾ ഓലയിൽ പറയുന്നത് ക്രൂസ് കൺട്രോളാണ്. നമ്മൾ കാറിൽ പോലെ ക്രൂസ് കൺട്രോളുണ്ട്. അതെല്ലാവരും യൂസ് ചെയ്യുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാൻ യൂസ് ചെയ്യും. നമ്മൾ രാവിലെ വരുമ്പോൾ വലിയ തിരക്കില്ലാത്ത റോഡാണ്, സ്ട്രെച്ചൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രൂസ് കൺട്രോൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്തിങ്ങനെ വെറുതെ ഇരിക്കാം. എന്നുകൊണ്ട് കൈവിട്ടിരിക്കണമെന്നല്ല, നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റും. അത് യൂസ്ഫുള്ളായിട്ട് എനിക്ക് തോന്നി. വണ്ടിക്ക് വേണ്ടത്ര ചാർജ് എടുത്ത് വണ്ടി അങ്ങ് പൊയ്ക്കോളും.